പരിശുദ്ധനാവുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു രക്ഷ പ്രാപിച്ചു. അവർ നിങ്ങളെ ആശ്രയിച്ചു ലജ്ജിച്ചു പോയതുമില്ല. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ. മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്ദിതനും തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു. അവർ അധരം മലർത്തി തല കുലുക്കുന്നു. യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കാം. അവൻ അവനെ രക്ഷിക്കട്ടെ. അവൻ അവനെ വിടുവിക്കട്ടെ. അവനിൽ പ്രസാദമുണ്ടല്ലോ. നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്നു പുറപ്പെടുവിച്ചവൻ. എന്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം. കഷ്ടമടുത്തിരിക്കയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ. സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളകൾ എന്നെ വളഞ്ഞു. ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റുന്ന സിംഹം പോലെ. അവർ എന്റെ നേരെ വായ് പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു. എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എന്റെ ഹൃദയം മെഴുകുപോലെയായി. എന്റെ കുടലിന്റെ നടുവെ ഉരുകിയിരിക്കുന്നു. എന്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു. ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. പീഠാനുഭവ സങ്കീർത്തനങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്നതിൽ പ്രമുഖമായ ഒന്നാണ് 22-ാം സങ്കീർത്തനം. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുയരുന്ന വാക്കുകളാണ് ഇതിൽ പ്രതിധ്വനിക്കുന്നത്. യഹോവയുടെ കഷ്ടപ്പെടുന്ന ദാസൻ എന്ന നിലയിൽ യെശയ്യാ പ്രവാചകൻ ചിത്രീകരിക്കുന്ന കഷ്ടാനുഭവ വിവരണത്തോട് ഇതിന് വളരെ സാമ്യമുണ്ട്. വിശാലമായ അർത്ഥത്തിൽ ഇതൊരു പ്രവചനമാണ്, അതേസമയം വ്യക്തിപരമായ പ്രാർത്ഥനയുമാണ്.
ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. ഇപ്പോൾ നാം ആലപിച്ചു കേട്ട സങ്കീർത്തനം പീഡാനുഭവ സങ്കീർത്തനം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കാരണം അതിനകത്ത് പീഡാനുഭവത്തെ പറ്റിയുള്ള വിശദീകരണങ്ങളാണ് നാം കണ്ടുമുട്ടുന്നത്. ദാവീദാണ് ഇത് എഴുതിയിട്ടുള്ളത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചായിരിക്കുമല്ലോ ഇതിനകത്ത് പ്രതിപാദിക്കുന്നത് എന്ന് നമുക്ക് തോന്നാം. കുറേ ശരിയാണ്, ദാവീദിൻ്റെ അനുഭവത്തിൽ വളരെ ഉപദ്രവങ്ങളും പീഡനങ്ങളും അതുപോലെ തന്നെ ഞെരുക്കങ്ങളും വളരെ കഷ്ടങ്ങളും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം. എന്നാൽ ഇതിൽ പറയുന്ന തരത്തിലുള്ള വിശദീകരണം നാം നോക്കുമ്പോൾ ദാവീദിൻ്റെ അനുഭവത്തെ അല്ല ഇത് സൂചിപ്പിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കുവാൻ. കാരണം ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. ദാവീദിന്റെ അനുഭവമല്ല, കഴിവിൽ തറച്ചു കൊല്ലുന്ന ആളിൻ്റെതാണ് കാലുകളും കൈകളും കുത്തിത്തുളയ്ക്കുക എന്നുള്ളത്. അങ്ങനെയെങ്കിൽ അത് ആരുടെ അനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്? ദാവീദിന്റെ പുത്രനായി ലോകത്തിന്റെ രക്ഷകനായി അവതരിച്ച മിശിഹാ തമ്പുരാന്റെ പീഡാനുഭവത്തെക്കുറിച്ച് മുൻകൂട്ടി പരിശുദ്ധാത്മ പ്രചോദിതനായി ദാവീദ് പറഞ്ഞിട്ടുള്ളതാണ്, പ്രവചിച്ചിട്ടുള്ളതാണ്, പാടിയിട്ടുള്ളതാണ് ഈ സങ്കീർത്തനം എന്ന് വേണം നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. അതുകൊണ്ട് അത് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് ആദ്യമായി ഉച്ചരിച്ചത് ഈ സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യമാണ്. അത് അവിടുത്തെ അറാമ്യ ഭാഷയിലാണ് അവിടുന്ന് ഉച്ചരിച്ചത്. ഈൽ ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് ഉച്ചരിച്ചത് ഈ സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യമായിരുന്നു. എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് ഈ സങ്കീർത്തനം മുഴുവനും തൻ്റെ വേദനയുടെ പാരമ്യതയിൽ ഉരുവിടുകയായിരുന്നു എന്നും അതിൽ ആദ്യമായി ഉച്ചരിച്ചത് ഈ ഒന്നാമത്തെ വാക്യം മാത്രമേ ഉച്ചത്തിൽ അവിടുന്ന് ഉരുവിട്ടുള്ളൂ, മറ്റത് ഹൃദയത്തിൽ താൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. എന്തായിരുന്നാലും ഇത് ദുഃഖവെള്ളിയാഴ്ച എല്ലാ ക്രൈസ്തവ സഭകളും തന്നെ അന്നത്തെ വായനയ്ക്ക് ആലപനത്തിനായിട്ട് ഈ സങ്കീർത്തനം ഉപയോഗിക്കുന്നത് ഏറ്റവും യുക്തമായിട്ടുള്ളതാണ്. നാം ഈ സങ്കീർത്തനത്തെ വിശകലനം ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഭാഗം, അതായത് ഒന്നാമത്തെ വാക്യം മുതൽ 21 വാക്യം വരെയുള്ള ഭാഗത്ത് കർത്താവിൻ്റെ പീഡാനുഭവത്തെ കുറിക്കുന്ന തൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ വിശദീകരണം അതിനകത്തുണ്ട്. എന്നാൽ 22 മുതൽ 31 വരെയുള്ള രണ്ടാം ഭാഗത്ത് നാം നോക്കുമ്പോൾ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും തൻ്റെ സ്വർഗാരോഹണത്തിൻ്റെയും ആ അനുഭവത്തെ വെളിപ്പെടുത്തുന്ന വിധത്തിലാണ് കാണുന്നത്. ഒന്നാമത്തെ ഭാഗം ഏകനായി താൻ കഷ്ടമനുഭവിക്കുന്നതിനെ കുറിച്ചുള്ള ചിത്രീകരണം എങ്കിൽ, രണ്ടാമത്തെ ഭാഗത്ത് നാം കാണുന്നത് അവിടുന്ന് മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സഭയിൽ അവിടുന്ന് വസിച്ചുകൊണ്ട് സഭയെ നയിക്കുന്ന ചിത്രമാണ് രണ്ടാമത്തെ ഭാഗത്തിൽ ഉള്ളത്. ഇങ്ങനെ പൊതുവായി ഈ സങ്കീർത്തനത്തെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ സന്ദേശത്തിലേക്ക് നാം ഒന്ന് കടക്കുന്നുവെങ്കിൽ ഒന്നാമത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പ്രാർത്ഥനയെ സംബന്ധിക്കുന്നതാണ്. കാരണം ഇത് പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? ജീവിതത്തിൽ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളും ഉപദ്രവങ്ങളും വർദ്ധിച്ചു വരുന്ന സമയത്ത് ദൈവത്തോട് ശബ്ദമുയർത്തി ഹൃദയം ഉയർത്തി പ്രാർത്ഥിക്കുന്നതാണ്. ജീവിതത്തിൽ ആർക്കാണ് പ്രയാസങ്ങളും പരിശോധനകളും ഞെരുക്കങ്ങളും ഇല്ലാത്തതായി? എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ കരുണീയമായിട്ടുള്ളത് എന്ത് എന്ന് ഈ സങ്കീർത്തനം വെളിപ്പെടുത്തുന്നു. എന്താണ് കരുണീയമായിട്ടുള്ളത്? ഉറക്കെ ദൈവത്തോട് തീവ്രമായി തീക്ഷ്ണമായ വിധത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ തീക്ഷ്ണത നമുക്ക് മനസ്സിലാക്കാം. ആ പ്രാർത്ഥന ഇങ്ങനെ വളരെ തീക്ഷ്ണതയോടെ ചൊല്ലുമ്പോൾ ചിലപ്പോൾ ഉത്തരം കിട്ടിയില്ല എന്ന് വരും. സങ്കീർത്തനക്കാരും പറയുന്നു, ഞാൻ രാത്രിയിലും പ്രാർത്ഥിച്ചു, പകലിലും പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടുന്നില്ല എന്നുള്ള നിരാശ അതിനകത്ത്
ചിലപ്പോൾ ആ പ്രാർത്ഥനയുടെ ഉത്തരം വൈകിയായിരിക്കും, അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന വിധത്തിലായിരിക്കില്ല. ദൈവത്തിൻ്റെ ആ പദ്ധതി അനുസരിച്ച് അവിടുത്തെ സമയത്ത് അവിടുന്ന് ഉത്തരം നൽകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പ്രാർത്ഥനയെപ്പറ്റി പഠിപ്പിച്ചപ്പോൾ നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് ഒന്നിലധികം ഉപമകൾ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്. ഒരു ഉപമയാണ്, ഒരു ന്യായാധിപന്റെ അടുക്കൽ ഒരു വിധവ ചെന്ന് അനീതിയുള്ള ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപന്റെ അടുക്കൽ ചെന്നിട്ട് ഒരു വിധവ അവളുടെ കാര്യം വ്യവഹാരം നടത്തി കൊടുക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അയാൾ വൈമനസ്യം കാണിച്ചുവെങ്കിലും മുട്ടിപ്പായിട്ട് അവൾ അപേക്ഷിച്ചപ്പോൾ ആ ന്യായാധിപൻ ചെയ്തു എന്നും, അപ്പോൾ അതിൽ എത്രയോ അധികമായിട്ടായിരിക്കും സ്നേഹനിധിയായ ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് തൻ്റെ ഉപദേശത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് നമുക്കിവിടെ ഓർക്കാം. അതുകൊണ്ട് ഒന്നാമത് പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന ഞെരുക്കത്തിൻ്റെയും പീഡനത്തിൻ്റെയും കാലത്തിൽ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ തീവ്രമായ ആഗ്രഹത്തോടെ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. രണ്ടാമത് ഈ സങ്കീർത്തനം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചിന്തയുണ്ട്. ദുഃഖങ്ങളും ഞെരുക്കങ്ങളും നമുക്ക് എന്ത് നന്മ വരുത്തുന്നു എന്നുള്ളതാണ്. നിശ്ചയമായിട്ടും അതിന് പ്രയോജനമുണ്ട്, നന്മയുണ്ട്. എങ്ങനെയാണത് നന്മയിലേക്കും പ്രയോജനത്തിലേക്കും വരുത്താവുന്നത് എന്ന് ഈ സങ്കീർത്തനക്കാരൻ നമ്മെ വെളിപ്പെടുത്തുന്നു. ഒന്നാമത്തെ കാര്യം, ഒരു തിരിഞ്ഞു നോട്ടം നടത്തുവാൻ നമുക്ക് ഞെരുക്കത്തിൻ്റെ കാലം പ്രയോജനപ്പെടുത്താം. അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് ഇവിടെ സങ്കീർത്തനക്കാരൻ തിരിഞ്ഞു നോക്കുമ്പോൾ പിതാക്കന്മാർക്ക്, ഇസ്രായേലിലെ പിതാക്കന്മാർക്ക് ദൈവം എങ്ങനെ അത്ഭുതകരമായി അവരെ നയിക്കുകയും അവരുടെ പ്രയാസങ്ങൾ അവരെ വിടുവിക്കുകയും ചെയ്തു എന്നുള്ളത് ഓർക്കുന്നു. പിന്നെ സ്വാനുഭവത്തെ പറ്റി തന്നെയും പറയുന്നുണ്ട്. എന്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം. എന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവായ സമയം മുതൽ, ഞാൻ ജനിച്ച നിമിഷം മുതൽ എന്തെല്ലാം പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയപ്പോഴേക്കും അതിശയകരമായി അത്ഭുതകരമായി ദൈവം എന്നെ നടത്തി എന്ന് പറയുമ്പോൾ അവിടെ ഈ ഒരു തിരിഞ്ഞു നോട്ടം നടത്തുന്നതിൻ്റെ ഒരു പ്രയോജനം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, അത്ഭുതകരമായി ദൈവത്തിൻ്റെ പരിപാലനം, ഓരോ ഘട്ടത്തിലും കഴിഞ്ഞ കാലത്ത് ദൈവം ചെയ്തിട്ടുള്ളത് എന്ത് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും. രണ്ടാമതൊരു പ്രയോജനമുണ്ട്. 119 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ കഷ്ടതയിലായത് എനിക്ക് പ്രയോജനമായി എന്ന്, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി എന്ന് 119 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതെങ്ങനെയാ ഗുണമായത്? ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പ് കണ്ടെത്താം എന്നുള്ളത് മാത്രമല്ല, അത് ആത്മധൈര്യവും നമുക്ക് കൂടുതൽ ആത്മവിശ്വാസവും നൽകും എന്നുള്ളത് മാത്രമല്ല, ചില തിരുത്തലുകൾ വരുത്തുവാൻ ഈ തിരിഞ്ഞു നോട്ടം നമ്മെ സഹായിക്കും. അതായത് എന്തെങ്കിലും അപജയങ്ങൾ, എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് പരാജയങ്ങൾ, കുറവുകൾ, കുറ്റങ്ങൾ, തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് ഈ തിരിഞ്ഞു നോട്ടം നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെ തിരുത്തുവാനുള്ള സന്ദർഭവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടു വിധത്തിൽ നമ്മുടെ ഈ പീഡനത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും ഉപദ്രവത്തിൻ്റെയും അനുഭവങ്ങളെ, കഷ്ടതയുടെയും യാതനയുടെയും അനുഭവങ്ങളെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, അവൻ്റെ നന്മകളെ ഓർക്കുവാൻ ആത്മവിശ്വാസം ഉൾക്കൊള്ളുവാൻ. രണ്ട്, നമ്മുടെ പരാജയങ്ങളും തെറ്റുകളും ഉണ്ടെങ്കിൽ അവയെ തിരുത്തി നമുക്ക് തന്നെ കൂടുതലായിരിക്കുന്ന പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തുവാൻ നമുക്കത് സഹായിക്കുന്നു എന്നുള്ളത്. ഇതാണ് സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് ഞെരുക്കത്തിൻ്റെതായിരിക്കുന്ന, പീഡനത്തിൻ്റെതായിരിക്കുന്ന അനുഭവത്തെ അദ്ദേഹം അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്ന അനുഭവത്തിൽ നമുക്ക് ഓർക്കുവാനുള്ളത്. ഒരു വലിയ അന്തരീക്ഷം മാറിപ്പോകുന്നു. മുമ്പത്തെ വികാരമല്ല ഇപ്പോൾ നിൽക്കുന്നത്, ഇപ്പോൾ പ്രകടമാകുന്നത്
കൃതജ്ഞതയുടെ, സ്തോത്രത്തിന്റെ, സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ ഒരു വേലിയേറ്റമാണ് ഈ രണ്ടാം ഭാഗത്തിൽ. അതായത് 22-ാം വാക്യം മുതൽ 31-ാമത്തെ വാക്യം വരെയുള്ള ഭാഗത്ത് നാം കാണുന്നത് അപ്രകാരമുള്ളൊരു മാറ്റം സങ്കീർത്തനത്തിൽ വരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ചില ആളുകൾ വിചാരിക്കുന്നത് ഇത് 2 സങ്കീർത്തനമാണെന്ന് പോലും അങ്ങനെ സങ്കല്പിക്കുന്നവരുണ്ട്. കാരണം 1-ാമത്തെ ഭാഗത്തെ വികാരവും ഭാവവുമല്ല 2-ാം ഭാഗത്തേക്ക് കടക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഒരു അനുഭവത്തിലേക്ക് തിരിയുന്നു എന്നുള്ളത്. മുമ്പ് യാചനയും അപേക്ഷയുമായിരുന്നുവെങ്കിൽ ഇപ്പോഴോ സ്തോത്രവും കൃതജ്ഞതയുമാണ് ഇപ്പോൾ ഉയരുന്നത്. മുമ്പ് അന്ധകാരത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത്ഭുത പ്രകാശത്തിന്റെ അനുഭവത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മുമ്പ് വേദനയുടെ രോദനമായിരുന്നു എങ്കിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ, കൃതജ്ഞതയുടെ, സ്തോത്രത്തിന്റെ ശബ്ദമായിട്ടാണ് നാം കാണുന്നത്. എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായത്? തന്റെ മുഖം അവനു മറച്ചതുമില്ല, തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കയത്രേ ചെയ്തത്. യഥാർത്ഥ ഭക്തന്മാരും സത്യ ആരാധകരും സ്വാർത്ഥമതികളാവുകയില്ല. അവര് സ്വയമായി മാത്രമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരികയോ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് ചിന്തിക്കുകയില്ല. അവരെപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയും മറ്റുള്ളവരിലേക്ക് തങ്ങളുടെ ചിന്ത കടന്നെത്തുകയും ചെയ്യും എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ടാണ് ആദ്യം തന്റെ വേദനയെ പറ്റിയാ പറഞ്ഞുവെങ്കിൽ ഇപ്പോൾ ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിക്കുവാൻ പറയുമ്പോൾ സകല ജനങ്ങളുമേ, യഹോവ ഭക്തന്മാരെല്ലാവരുമേ നിങ്ങൾ അവനെ സ്തുതിപ്പീൻ എന്നാണ് ഇവിടെ പറയുന്നത്. യാക്കോബിന്റെ സകല സന്തതികളുമായുള്ളവരെ നിങ്ങൾ അവനെ മഹിമപ്പെടുത്തുവീൻ എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആ സ്തുതി അർപ്പിക്കുവാനായിട്ടുള്ള ആഹ്വാനം മറ്റുള്ള ആളുകളിലേക്ക് ചെന്നെത്തി ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന, അപ്പൊ സ്വാർത്ഥത അവിടെ അപ്രത്യക്ഷമാകുന്നു. താൻ മാത്രമെന്നുള്ള ചിന്ത ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇല്ല. അവിടെ മറ്റുള്ളവരിലേക്ക് ഉള്ള ചിന്തയും മറ്റുള്ളവരെ പറ്റിയുള്ളതായ ആ ഒരു കരുതലും ഒക്കെ ഉണ്ടായിട്ട് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. നമ്മുടെ സങ്കുചിതത്വത്തിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും മോചിതരായിട്ട് മറ്റുള്ളവരും ഒരുമിച്ച് വലിയൊരു ഫെലോഷിപ്പിൽ ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവമാണ് ദാവീദ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അത് പിന്നെ നീണ്ടുപോകുന്നു. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയിങ്കലേക്ക് തിരിയും, ജാതികളുടെ വംശങ്ങൾ ഒക്കെയും നിന്റെ മുൻപാകെ നമസ്കരിക്കും. രാജത്വം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. അപ്പോൾ ആ വീക്ഷണം, തന്റെ ദർശനം എവിടെ വരെ എത്തുന്നു? എല്ലാവരിലേക്ക് എത്തുന്നു. ഭൂലോകത്തിന്റെ അതിർത്തി വരെയുള്ള സകല ജാതികളിലേക്കും ചെന്നെത്തി ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം അത്ര വലിയൊരു ആനന്ദത്തിന്റെ ഒരു വേലിയേറ്റമാണ് ഈ സങ്കീർത്തനത്തിന്റെ സമാപനത്തിലേക്ക് നാം വരുമ്പോൾ നാം കാണുന്നത്. അവിടെ ഏറ്റവും അവസാനം സങ്കീർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നത് വലിയൊരു പ്രഖ്യാപനത്തോടെയാണ്. അവർ വന്നു ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. അവിടെ എന്താ പറയുന്നത്? അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന്. ആര്? ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി നാം ചിന്തിക്കുമ്പോഴാണ് ഈ വാക്യത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവുന്നത്. അവൻ നിവർത്തിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് അവസാനമായി പറഞ്ഞ വാക്കും എന്തായിരുന്നു? സകലതും നിവർത്തിയായി എന്ന്. അപ്പോൾ ക്രൂശിലെ ആദ്യത്തെ മൊഴി ഈ സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ക്രൂശിലെ അന്ത്യത്തെ ഒരു മൊഴി എന്താണ്? സകലം നിവൃത്തിയായി എന്ന്. ഈ സങ്കീർത്തനത്തിനും അവസാനിപ്പിച്ചിരിക്കുന്നത് നിവർത്തിതമായിരിക്കുന്നു, നിവർത്തിച്ചിരിക്കുന്നു എന്ന്. എന്താ നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്? ദൈവത്തിന്റെ പദ്ധതി മുഴുവനും, താൻ അവിടെ തന്റെ പ്രവർത്തനം, ദൈവത്തിന്റെ ഹിതം എന്തോ അത് മുഴുവനും താൻ നിവർത്തിച്ചിരിക്കുന്നു. തൻ്റെതായിരിക്കുന്ന ദൗത്യം മുഴുവനും ക്രിസ്തു നിർവഹിച്ചിരിക്കുന്നു, പൂർത്തീകരിച്ചിരിക്കുന്നു. എൻ്റെ കഷ്ടാനുഭവത്തിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു. ന്യായപ്രമാണം എല്ലാം തന്നെ നിവൃത്തിയമായിരിക്കുന്നു.
പ്രവചനങ്ങളെല്ലാം തന്നെ നിവർത്തിതമായിരിക്കുന്നു. ഇങ്ങനെ എല്ലാം നിവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് അത് നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഈ സങ്കീർത്തനം ഈ വലിയൊരു പ്രഖ്യാപനത്തോടെയാണ് അവസാനിക്കുന്നത്. ഇത് നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയും കൂടി ഉണർത്തുന്നുണ്ട് എന്ന് ഞാൻ പറയട്ടെ. ആ ചിന്ത മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തിലും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിവർത്തിച്ചിരിക്കുന്നു, ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് കൃതജ്ഞതയോടെ കൃതാർത്ഥതയോടെ പറയുവാൻ നമുക്ക് കഴിയുമോ? കർത്താവിന് കഴിഞ്ഞു, പൗലോസ് അപ്പോസ്തലന് കഴിഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. അതാണ് എൻ്റെ പോരാട്ടം ഞാൻ നടത്തി. എന്നിട്ട് അത് പറയുകയാണ്, എൻ്റെ ഓട്ടം ഞാൻ തികച്ചു, വിശ്വാസം ഞാൻ കാത്തു. അങ്ങനെ അന്ത്യത്തിൽ ഈ ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് ആ ജീവിതം ധന്യമാകുന്നത്. തന്നെ ഏൽപ്പിച്ച ദൗത്യം ഒരു വൈദികന്റെ ആവാം, അവൈദികന്റേതാവാം, ഒരു വീട്ടമ്മയുടേതാവാം, ഏത് സ്ഥാനത്തുള്ള ആളായിരുന്നാലും എല്ലാവർക്കും ഉള്ളൊരു ദൗത്യം ദൈവമില്ലോ. അങ്ങനെയാണ് നമ്മെ അയച്ചിരിക്കുന്നത്. ആ ദൗത്യം ഞാൻ നിറവേറ്റി എന്നുള്ള കൃതാർത്ഥതയോടെ അന്ത്യത്തിൽ പറയുവാൻ ഒക്കുമോ നിവൃത്തിയായി എന്ന്? എങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഞെരുക്കത്തിന്റെയും പീഡനത്തിന്റെയും കാലത്ത് മുട്ടിപ്പായി മടുത്തു പോവാതെ തീവ്രമായ തീക്ഷ്ണമായ വിധത്തിൽ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ഗുണം കൂടെ കിട്ടും. നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ, തിരുത്തൽ വരുത്തുവാൻ, മാത്രമല്ല നമുക്ക് ദൈവത്തിൽ ആത്മവിശ്വാസം കൂടുതൽ വളർത്തുവാൻ ഒക്കെയും സാധിക്കും. അങ്ങനെ വരുമ്പോഴാണ് യഹോവ എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നുള്ള ഒരു ധൈര്യവും വിശ്വാസവും വന്നിട്ട് നമുക്ക് എല്ലാവരോടും ചേർന്ന് ദൈവത്തെ പുകഴ്ത്തുവാനും സ്തുതിക്കുവാനും അവസാനത്തിൽ എന്താ പറയുവാനുള്ളത്? എല്ലാം നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ വന്ന് നിവർത്തിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് പോലെ നമുക്ക് പറയുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കും എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശം. അതുകൊണ്ട് ഇത് ദുഃഖവെള്ളിയാഴ്ചത്തെ അനുഭവത്തോടൊപ്പം തന്നെ അവിടുത്തെ ഉയർപ്പിന്റെയും അവിടുത്തെ സ്വർഗാരോഹണത്തിന്റെയും അനുഭവത്തെയും ഒന്നിച്ചു ചേർക്കുന്ന ഒരു വലിയ സങ്കീർത്തനമാണ്. അത് വലിയ സത്യമാണ്. യേശുക്രിസ്തു തന്റെ മരണത്തെ പറ്റി പറയുമ്പോൾ ഉയർപ്പിനെ പറ്റിയും കൂടി ഒരുമിച്ചാ പറയുന്നത്. അതുപോലെ ഈ സങ്കീർത്തനത്തിൽ ഇത് രണ്ടും ഒരുമിച്ച് ചേർത്തിരിക്കുന്നു. ആദ്യം തന്റെ കഷ്ടാനുഭവത്തെ പറ്റിയും മരണത്തെ പറ്റിയും പിന്നീട് തന്റെ ഉയർപ്പിന്റെയും മഹത്വത്തെയും വെളിപ്പെടുത്തുന്ന ഈ സങ്കീർത്തനം നമുക്ക് പ്രചോദനമായി നമ്മുടെ ആത്മജീവിതത്തിന് വെളിച്ചം പകരുന്ന ഒന്നായി തീരുവാൻ തക്കവണ്ണം ഇടയാവട്ടെ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് വേദനയോടെ പ്രാർത്ഥിച്ചവനായ കർത്താവേ, ഞങ്ങളുടെ വേദനകളിലും പ്രയാസങ്ങളിലും നീ കൈവിടാതെ ഞങ്ങളോട് കൂടെ ഉണ്ട് എന്നോർത്ത് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളും അവിടുത്തെ പോലെ ഉറക്കം വിളിക്കുവാൻ പ്രാർത്ഥിക്കുവാനുള്ള പ്രേരണ ഞങ്ങൾക്കുണ്ടാകണമേ. മാത്രമല്ല, ഞങ്ങളുടെ കഷ്ടതകൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കി ഞങ്ങളുടെ കുറവുകളെ കണ്ടെത്തുവാനും തിരുത്തുവാനും നിന്റെ കൃപകൾക്ക് സ്തോത്രം ചെയ്യുവാനും ഇടയാക്കണമേ. അന്ത്യത്തിൽ എല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു, നിവർത്തിച്ചിരിക്കുന്നു എന്നുള്ള കൃതാർത്ഥതയോടെ ഞങ്ങളുടെ ജീവിതം അതിൻ്റെ അന്ത്യത്തിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഞങ്ങളെ വഴി നടത്തുകയും സഹായിക്കുകയും ചെയ്യണമേ. ആയത് ഞങ്ങൾ നിന്നെ ഇന്നും എന്നും എന്നേക്കും സ്തുതിച്ച് പുകഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ.